ഹലോ ചാപ്റ്റർ 11 മേക്കിംഗ് തിങ്സ് എന്ന ചാപ്റ്റർ ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഒന്നാമത്തെ വീഡിയോയില് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരാം. ലാസ്റ്റ് വീഡിയോയില് നമ്മൾ ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. ബ്രിക്സിനെ പറ്റി പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രിക്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോ കാണാം. Rohan and his father live in Jaipur. Rohan and his father live in Jaipur. Rohan loves to see houses being built. ആളുകൾ വീടൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ റോഹന് ഭയങ്കര ഇഷ്ടമാണ്. He is amazed at how his father and his co-workers can construct such tall and beautiful buildings. റോഹന്റെ അച്ഛൻ എന്താ ജോലി? വീടുകൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ? വളരെ എഫേർട്ട് എടുത്ത് വളരെ ഭംഗിയായിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അപ്പൊ റോഹന് അത് കണ്ടുകൊണ്ടിരിക്കാനും വളരെ ഇഷ്ടമാണ്. Rohan's favorite pastime is watching brick walls getting built. He had been watching one particular wall being built. റോഹന്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? ഓരോ ബ്രിക്സ് ആയിട്ട് വെച്ച് 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 അതിനെ വലിയ വാളാക്കി മാറ്റുന്നത് കാണാനാണ്. With each passing day, Rohan could see that brick by brick the wall was completed. After a few months, Rohan saw that it had become a big building. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് വലിയൊരു ബിൽഡിംഗ് ആയിട്ട് മാറി. Discuss. Are all houses made of bricks? എല്ലാ വീടുകളും ബ്രിക്സ് ഉപയോഗിച്ചാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? നിങ്ങളുടെ വീട് ബ്രിക്ക് ഉപയോഗിച്ചാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? നോ, എല്ലാ വീടുകളും ബ്രിക്സ് ഉപയോഗിച്ചിട്ട് അല്ല ഉണ്ടാക്കുന്നത്. ചിലത് സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വേറെ മഡ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചില വീടുകൾ വുഡ് ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കും. വാട്ട് ഡു യു തിങ്ക് ആർ അതർ മെറ്റീരിയൽസ് യൂസ് ടു ബിൽഡ് ഹൗസസ്? അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ക്ലാസ്സിൽ ടീച്ചറും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. In some warm areas of our country, people make traditional mud houses to keep them cool inside. ചില സ്ഥലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ഭയങ്കര ചൂടുള്ള, ഫോർ എക്സാമ്പിൾ രാജസ്ഥാനിലൊക്കെ വളരെ ചൂട് കൂടുതലാണല്ലേ? അപ്പൊ അവിടെയുള്ള ആളുകള് മഡ് ഉപയോഗിച്ചിട്ട്, ഈ വാളൊക്കെ വെറും മഡ് ഉപയോഗിച്ച് കുഴച്ചിട്ടാണ് ഉണ്ടാക്കുക. എന്തിനാ? അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഉള്ളിൽ ചൂട് ഫീൽ ചെയ്യില്ല. ഈ മഡ് കാരണം നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുക. People use natural materials like grass and wood instead of cement. Many people use cow dung to make smooth walls and floors. നമ്മുടെയൊക്കെ വീടുകളിൽ ചുമരുകളൊക്കെ സിമന്റ് ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലേ? എന്നാൽ പണ്ട് കാലങ്ങളിൽ കൗഡങ് അല്ലെങ്കിൽ ചാണകം ഉപയോഗിച്ചായിരുന്നു ഈ വാൾസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് പെയിന്റ് പോലെ സ്മൂത്ത് ആക്കി മാറ്റിയിരുന്നത്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും വളരെ ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ മഡ് ഹൗസസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ സൈഡൊക്കെ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി കൗഡങ് ഉപയോഗിക്കാറുണ്ട്. Cow dung keeps the heat out and stop insect from entering the house. Cow dung-ന്റെ uses എന്തൊക്കെയാണ്? അത് വീട് നല്ല കൂളായി വെക്കും. അത് മാത്രമല്ല വേറെ ഇൻസെക്ട്സ് ഒന്നും വീട്ടിനുള്ളിലേക്ക് കയറി വരാതിരിക്കാനും ഈ cow dung ഹെൽപ്പ് ചെയ്യും. Why do you think mud houses are better for environment? നമ്മുടെ പ്രകൃതിക്ക് മഡ് ഹൗസസ് ആണ് ബെറ്റർ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും അതിന്റെ കാരണം? മഡ് ഹൗസസ് ആർ എക്കോ ഫ്രണ്ട്ലി. എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിക്ക് ദോഷകരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിന് ഒരു ഉപദ്രവവും ഉണ്ടാക്കാത്ത കാര്യങ്ങൾക്കാണ് എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്നത്. ബിക്കോസ് ദേ ആർ നാച്ചുറൽ മെറ്റീരിയൽസ്, കീപ് ദ ഹൗസ് കൂൾ ആൻഡ് ഡു നോട്ട് റിക്വയർ എനർജി. അപ്പൊ ഇതിന് കൂടുതൽ പ്രോസസ് ഒന്നും ആവശ്യമില്ല. അപ്പൊ അത് നാച്ചർ ഫ്രണ്ട്ലി ആണ്. Look around at the houses in your neighborhood. What are the houses made of? നിങ്ങളുടെ വീടിന്റെ ചുറ്റും എല്ലാം ഒരേപോലെ വീടാണോ അതോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അപ്പൊ ചുറ്റും ഒന്ന് ഒബ്സർവ് ചെയ്തതിനു ശേഷം എന്തൊക്കെ തരം വീടുകളാണ് കാണുന്നതെന്ന് എഴുതാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇതൊന്നും നമ്മുടെ തൊട്ടടുത്ത് ഉണ്ടാവണമെന്നില്ല, എന്നാലും നോക്കാം. കോൺക്രീറ്റ് ഹൗസ്.
കോൺക്രീറ്റ് ഹൗസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? കോൺക്രീറ്റ്, സ്റ്റീൽ, ബ്രിക്സ്, ഗ്ലാസ്, വുഡ്, അങ്ങനെ നമ്മുടെ വീടിന്റെ ചുറ്റും ഒക്കെ ഉള്ളതും കോൺക്രീറ്റ് ഹൗസസ് ആയിരിക്കാം. ഇനി മഡ് ഹൗസ് മെയ്ഡ് ഓഫ് മഡ് ആൻഡ് കൗഡങ്, ബ്രിക്ക് ഹൗസ് മെയ്ഡ് ഓഫ് ബ്രിക്ക് ആൻഡ് സിമെന്റ്, വുഡൻ ഹൗസ് മെയ്ഡ് ഓഫ് വുഡ്, ഗ്രാസ് ഹൗസ് മെയ്ഡ് ഓഫ് ഗ്രാസ് ആൻഡ് നാച്ചുറൽ മെറ്റീരിയൽസ്. Look at the picture below. Guess the name of each type of house. Fill it in the given table below. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വീടുകളുടെ ഒക്കെ പേരെന്താ? ഫസ്റ്റ് വൺ ഒരു ടെന്റ് ആണ്, സെക്കൻഡ് വൺ ഒരു സ്കൈ സ്ക്രാപ്പർ ആണ്, അല്ലെങ്കിൽ ഒരു ഹൈ റൈസ് ബിൽഡിംഗ് ആണ്, വലിയ ബിൽഡിംഗ് ആണ് അല്ലെ. നെക്സ്റ്റ് വൺ ഒരു ഹട്ട് ആണ്, അടുത്തതൊരു ഹൗസ് ബോട്ട് ആണ്. വാട്ട് ആർ ദീസ് ഹൗസസ് മെയ്ഡ് ഓഫ്? ടെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാൻവാസ് ഓർ ക്ലോത്ത്, നല്ല കട്ടിയുള്ള ക്ലോത്ത് അല്ലെങ്കിൽ ക്യാൻവാസ് എന്നാണ് അതിന് പറയാ. സപ്പോർട്ടഡ് ബൈ പോൾസ്, നല്ല പോൾസ് ഉപയോഗിച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഈ സ്കൈ സ്ക്രാപ്പേഴ്സോ കോൺക്രീറ്റ്, സ്റ്റീൽ, ഗ്ലാസ്, അങ്ങനെ പല പല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക. ഇനി ഹട്ട് ഉണ്ടാക്കുന്നത് മഡ്, ക്ലേ, വുഡ് അല്ലെങ്കിൽ സ്റ്റോൺ, ഇനി അതിന്റെ മുകളിൽ ഗ്രാസ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റിന്റെ ലീഫ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഹട്ടുകൾ ഉണ്ടാക്കും. നെക്സ്റ്റ് ഹൗസ് ബോട്ട് ആണ്. ഹൗസ് ബോട്ട് വുഡ്, സംടൈംസ് മെറ്റൽ ഒക്കെ കൊണ്ടാണ് ഹൗസ് ബോട്ട്സ് ഉണ്ടാക്കുക. ഇത് കേരളത്തിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട് ഹൗസ് ബോട്ട്സ്. ആരെങ്കിലും ഒക്കെ ഹൗസ് ബോട്ട്സ് കണ്ടിട്ടുണ്ടോ? ചിലരൊക്കെ കയറിയിട്ടും ഉണ്ടാവും അല്ലേ. ആക്ടിവിറ്റി 6. Make a wall. Make some bricks using matchbox mold, small paper box, clay or atta dough. Stack them in these two arrangements shown in the drawing. നിങ്ങൾ കുറെ കുഞ്ഞു ബോക്സസ് അല്ലെങ്കിൽ ആട്ട എന്നിവയൊക്കെ കൊണ്ട് ഇതുപോലത്തെ രണ്ട് വാൾസ് ഉണ്ടാക്കുക. അതിനുശേഷം വിച്ച് വൺ ഇസ് sturdier, ഇതിൽ ഏതാണ് സ്ട്രോങ് ആയിട്ടുള്ളത്? നമ്മൾ ഒന്ന് തട്ടിയാലും ഏറ്റവും പെട്ടെന്ന് വീഴാത്ത, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഏതൊരു ജോയിന്റ് ആണ്? വിച്ച് വൺ ഫാൾസ് മോർ ഈസിലി വെൻ പുഷ്ഡ്, തള്ളി കൊടുക്കുമ്പോൾ ഏതാണ് പെട്ടെന്ന് വീണു പോകുന്നത്? അത് സ്വന്തമായിട്ട് ചെയ്ത് മനസ്സിലാക്കുക. The staggered pattern is stronger. ഈ തന്നിരിക്കുന്ന രണ്ടാമത്തെ പാറ്റേൺ ആയിരിക്കും എപ്പോഴും stronger because the bricks hold each other tightly and share the weight. രണ്ട് ബ്രിക്സിന്റെ മുകളിലാണ് ഒന്ന് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ നോക്കിയേ, ഈ ഒരു ലൈൻ ഇങ്ങനെയാണ് ലൈൻ വരുന്നത്. ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടി തട്ടി വീണു പോകും. സ്ട്രെയിറ്റ് പാറ്റേൺസ് fall easily because bricks are not locked. അതിന് ഇന്റർലോക്ഡ് അല്ല, അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. Safety first. Rohan's father follows all the important safety rules while working. For example, he always wear helmet with a strap, a safety vest and sturdy footwear. നമ്മൾ എപ്പോഴും ജോലി ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മുടെ സേഫ്റ്റി നോക്കണം. എന്ത് ചെയ്യുമ്പോഴും സേഫ് ആയിട്ട് വേണം നിങ്ങൾ ഓരോ ജോലിയും ചെയ്യാൻ. ഇവിടെ റോഹന്റെ ഫാദർ ഹെൽമെറ്റ് ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിലോ തലയിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാലും അതിന് തലേനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ വെസ്റ്റ് നമ്മുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാനും കാലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെയുള്ള ബൂട്ട്സും ഇടും. ഡിസ്കസ്. Are there any safety rules at home? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സേഫ്റ്റി റൂൾസ് ഉണ്ടോ? നിങ്ങൾ ഓർത്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഡു നോട്ട് പ്ലേ വിത്ത് ഫയർ. ഫയർ പ്ലേ ചെയ്യാനുള്ള കാര്യമല്ല അല്ലെ. അപ്പൊ നിങ്ങൾ കുഞ്ഞു കുട്ടികളാകുമ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പൊ അതൊന്നും ചെയ്യാതിരിക്കുക. ഇനി അഥവാ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കാം. ഡു നോട്ട് ടച്ച് ഇലക്ട്രിക്കൽ സ്വിച്ചസ് വിത്ത് വെറ്റ് ഹാൻഡ്സ്. വെറ്റ് നനഞ്ഞ കൈ ഉപയോഗിച്ച് ഒരിക്കലും സ്വിച്ച് ഇടാനോ സ്വിച്ച് ഓഫ് ചെയ്യാനോ ചെയ്യാതിരിക്കുക, നമുക്ക് ഷോക്ക് അടിക്കും. ഓൾവേസ് വാക്ക് കെയർഫുള്ളി ഓൺ വെറ്റ് ഫ്ലോർസ് ടു അവോയ്ഡ് സ്ലിപ്പിംഗ്. വെറ്റ് ഫ്ലോറിൽ ശ്രദ്ധിക്കാണ്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ നിരങ്ങി വീണ് തലയടിച്ച് വീഴും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് മാത്രം നടക്കുക. കീപ് ഷാർപ്പ് ഒബ്ജക്ട് ലൈഫ് നൈഫ്, സിസേഴ്സ് അവേ. കുട്ടികളാണ്, അത് ഉപയോഗിച്ച് കളിക്കാൻ പാടില്ല. ഡു നോട്ട് ഓപ്പൺ ദ ഡോർസ് ഫോർ സ്ട്രേഞ്ചേഴ്സ്. ഏതെങ്കിലും സ്ട്രേഞ്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ വാതിൽ തുറക്കാൻ പാടില്ല, പേരൻസ് ഒന്നും ഇല്ലാതെ. ഡു യു ഹാവ് എനി സേഫ്റ്റി റൂൾസ് അറ്റ് സ്കൂൾ? സിമിലർ ആയിട്ടുള്ള സേഫ്റ്റി റൂൾസ് സ്കൂളിലും ഉണ്ടാവും അല്ലേ? വാക്ക് ഇൻ എ ലൈൻ ആൻഡ് ഡു നോട്ട് പുഷ് അതേഴ്സ്. ഡു നോട്ട് റൺ ഓൺ സ്റ്റെയർസ് ഓർ ഇൻ ദ ക്ലാസ് റൂം. ലിസൺ ടു യുവർ ടീച്ചർ ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ. വാഷ് ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്.
കീപ് യുവർ ക്ലാസ് റൂം ക്ലീൻ. ഇതൊക്കെ നിങ്ങളുടെ സേഫ്റ്റി റൂൾസ് ആണ്. ലെറ്റ്സ് റിഫ്ലക്ട്. ഇനി ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ നിങ്ങൾ എഴുതണം. നമ്മളിപ്പോ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പഠിച്ചത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഓരോ ആൻസേഴ്സും. റൈറ്റ്. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് പോട്ട് മേക്കിംഗ്? എങ്ങനെയായിരുന്നു പോട്ട്സ് ഉണ്ടാക്കുക? ടേക്ക് ക്ലേ ആൻഡ് മേക്ക് ഇറ്റ് സോഫ്റ്റ്. വെള്ളം ആഡ് ചെയ്തിട്ട് അതിനെ സോഫ്റ്റ് ആക്കുക. ഷേപ്പ് ദ പോട്ട് യൂസിങ് ഹാൻഡ്സ് ആൻഡ് സ്പിന്നിങ് വീൽ. സ്പിന്നിങ് വീലിന്റെ മുകളിൽ കൈ ഉപയോഗിച്ച് അതിന് നല്ല ഷേപ്പ് കൊടുക്കുക. ലെറ്റ് ഇറ്റ് ഡ്രൈ ഇൻ ദ സൺ. എന്നിട്ട് സണ്ണിന്റെ അടിയിൽ വെച്ചിട്ട് അതിനെയൊക്കെ ഉണക്കിയെടുക്കുക. ബേക്ക് ഇറ്റ് ഇൻ ഫയർ ടു മേക്ക് ഇറ്റ് ഹാർഡ്. ബേക്ക് ഇറ്റ് ഇൻ കിൻ. ആൻഡ് ലാസ്റ്റ് പെയിന്റ് ആൻഡ് ഡെക്കറേറ്റ് ഇഫ് നീഡഡ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോസസ് ഓഫ് പോട്ട് മേക്കിംഗ്. How do artists get ideas for their arts? Artists get ideas from patterns in nature like leaves, animals and flowers. What is a kin? Kin എന്ന് പറഞ്ഞ എന്തായിരുന്നു? A kin is a special oven used to bake pots and bricks to make them hard. What are houses made of? എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് വീടുകൾ ഉണ്ടാക്കാം? Houses are made of bricks, mud, wood, cement and natural material like grass and cow dung. ഇനിയും കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയുന്നതൊക്കെ നിങ്ങൾക്ക് എഴുതാം. You may also try to find videos on YouTube that shows the process of things being made. Write down the steps in as much details as possible. ഇതിന്റെയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടതിന് ശേഷം അതിൽ എന്തൊക്കെ സ്റ്റെപ്സാ ഫോളോ ചെയ്യുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ഓക്കെ. ഡ്രോ ആൻഡ് കളർ എനി 3 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഹൗസസ്. നിങ്ങൾ ചുറ്റും കാണുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതോ ആയിട്ടുള്ള 3 ടൈപ്സ് ഓഫ് ഹൗസസിന്റെ ചിത്രം ഈ ഒരു സ്പേസിൽ വരയ്ക്കാം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഡിസ്കസ്. Why do we have different kinds of houses? Why do we have എല്ലാ സ്ഥലത്തും എല്ലായിടത്തിലും ഒരേപോലത്തെ വീടുകൾ ഉണ്ടാക്കിയാൽ പോരെ? എന്തുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും പലതും ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത്? We have different houses because of weather. വെതർ എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ചൂട് കാലാവസ്ഥയായിരിക്കും, ചില സ്ഥലങ്ങളിൽ നല്ല തണുപ്പ് കാലാവസ്ഥയായിരിക്കും, ചില സ്ഥലത്ത് എപ്പോഴും മഴ പെയ്യും, ചില സ്ഥലത്ത് സ്നോ പെയ്യും, അങ്ങനെ പല പല വെതർ ആയിരിക്കും. പിന്നെ മെറ്റീരിയൽസ്, എല്ലാ മെറ്റീരിയൽസും എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടായിരിക്കും ആ സ്ഥലത്ത് വീടുണ്ടാക്കുന്നത്. ആൻഡ് ലൊക്കേഷൻ, ചിലത് നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും, ചിലതോ ഹില്ലി ഏരിയ ആയിരിക്കും, ചില സ്ഥലത്ത് എപ്പോഴും മഴ പെയ്തിട്ടൊക്കെ വെള്ളം വരും. അപ്പൊ വെള്ളത്തിൽ ഉണ്ടാക്കുന്ന വീട് പോലെ ആയിരിക്കണം. അപ്പൊ പലതരത്തിലുള്ള വീടുകൾ ഉണ്ടല്ലേ? ഇതില് ഏതൊക്കെ തരം വീടുകളാ നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഇതില് ഏതിന്റെയൊക്കെ പേരുകളാ നിങ്ങൾക്ക് അറിയാം? അടുത്തത്, വൈ ഡു പീപ്പിൾ വിയർ ഹെൽമെറ്റ്സ് അറ്റ് കൺസ്ട്രക്ഷൻ സൈറ്റ്സ്? എന്തിനാണ് ആളുകൾ ഹെൽമെറ്റ് ഇടുന്നത് കൺസ്ട്രക്ഷൻ സൈറ്റില്? People wear helmets to protect their heads from falling objects. മുകളിൽ നിന്ന് എന്തെങ്കിലും തലയിൽ ഡയറക്റ്റ് വീണാൽ തലയിൽ ഇഞ്ചുറി പറ്റും അല്ലേ? അത് വളരെ അപകടമായിട്ടുള്ള കാര്യമാണ്. അയാൾ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് ഹെൽമെറ്റിന്റെ മുകളിൽ തട്ടി തെറിച്ചു പോയിക്കോളും, ആൾക്കാരുടെ തലയ്ക്ക് ഒന്നും സംഭവിക്കാതിരിക്കും. What would happen if there were no patterns in nature? നേച്ചറിൽ ഒരു പാറ്റേൺ പോലും ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? Without patterns in nature, things would look plain and less beautiful. Interview. Interview someone who makes craft or toys in your locality. Share the information in the class. നിങ്ങൾ പോയിട്ട് ഒരു പോട്ടറിന്റെ അടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുടെ അടുത്തോ പോയിട്ട് ചെറിയൊരു ഇന്റർവ്യൂ നടത്താം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം? ഫോർ എക്സാമ്പിൾ, വാട്ട് ഡു യു മേക്ക്? ടോയ്സ് ആണോ, പോട്ട്സ് ആണോ, ക്രാഫ്റ്റ് ആണോ? അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് മെറ്റീരിയൽസ് ഡു യു യൂസ്? ഹൗ ഡു യു മേക്ക് ദം? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു മേക്ക് വൺ ഐറ്റം? ഹു ടോട്ട് യു ദിസ് സ്കിൽ? ഡു യു സെൽ യുവർ ക്രാഫ്റ്റ്? വേർ? What challenges do you face in your work? What do you like most about your work? How can others learn this craft? What is your favorite items to make? Why?
ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ക്രാഫ്റ്റോ സ്പോർട്സോ ഒക്കെ ഉണ്ടാക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ. എന്നിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ക്ലാസ്സിൽ പോയി ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യില്ലേ? Okay. Next question. Find out how some commonly used objects like pencil, erasers, pens and notebooks are made. Ask your elders. ഈ തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഉണ്ടാക്കിയിരിക്കുന്നത് പെൻസിൽ മെയ്ഡ് ഫ്രം വുഡ് ആൻഡ് ഗ്രാഫൈറ്റ്, eraser made from rubber, pen made from plastic and ink, notebook made from paper and binding glue. ഇതിൽ നിന്നൊക്കെയാണ് ഈ കാര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളുടെ വീട്ടില് എൽഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ, ഹാവ് യു സീൻ എനി സ്റ്റാച്യൂസ് ഇൻ യുവർ ടൗൺ ഓർ സിറ്റി? നിങ്ങളുടെ ടൗണിലോ സിറ്റിയിലോ ഒക്കെ എവിടെയെങ്കിലും ഇതുപോലത്തെ സ്റ്റാച്യൂസ് കണ്ടിട്ടുണ്ടോ? Do you know if these statues are also made of the same clay that is used to make pots and bricks? ഇതേപോലത്തെ സ്റ്റാച്യൂസ് നമ്മൾ ക്ലേയും ബ്രിക്കും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സെയിം മഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. എല്ലാവരും നന്നായിട്ട് വായിക്കണം. ഓരോ ക്വസ്റ്റിന്റെയും ആൻസർ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിച്ച് എഴുതണം. അടുത്ത ചാപ്റ്ററുമായി ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.